പലതരത്തിലുള്ള ആക്രമണത്തിന്റെ ഡസൻ കണക്കിന് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന യഥാർത്ഥ കഥ കേട്ടാൽ നിങ്ങളുടെയും മനസ്സുലയും. എന്താണ് ഈ സംഭവം? എവിടെയാണ് സംഭവിച്ചത്? ഈ കേസിന് അവസാനം എന്ത് സംഭവിച്ചു? 2013 രാജ്യത്തെ മുഴുവനും കരയിപ്പിച്ച പ്രീതി റാട്ടി കേസ്. മെയ് മാസം 1 ഈ തീയതി മിക്ക ആളുകൾക്കും ഒരു സാധാരണ ദിവസം പോലെയായിരുന്നു. എന്നാൽ ഡൽഹിയിലെ നരയിലയിൽ താമസിച്ചിരുന്ന പ്രീതി റാട്ടിക്ക് ഈ ദിവസം വളരെ പ്രത്യേകത ഉള്ളതായിരുന്നു. അന്ന് ആദ്യമായി പ്രീതി ഡൽഹി വിട്ട് വേറെ സംസ്ഥാനത്തേക്ക് പോവുകയായിരുന്നു. ആദ്യമായി വീട് വിട്ട് പുറത്തു പോയതുകൊണ്ട് അവളുടെ മനസ്സിൽ ചെറിയൊരു പരിഭ്രമവും ഒപ്പം സന്തോഷവും ഉണ്ടായിരുന്നു. 23-കാരിയായ പ്രീതി ഡൽഹിയിൽ നിന്ന് നഴ്സിംഗ് പഠിച്ചിരുന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു സൈനിക ആശുപത്രിയിൽ നഴ്സാകാൻ അവൾ ആഗ്രഹിച്ചു. ഈ കാലയളവിൽ ഇന്ത്യൻ നേവിയിൽ നഴ്സിന്റെ ഒരു ഒഴിവുണ്ടായിരുന്നു. പ്രീതി ഈ ജോലിക്ക് അപേക്ഷിക്കുകയും ചെയ്തു. പരീക്ഷയിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തു. നേവിയിൽ നഴ്സിംഗ് ഓഫീസറായി പ്രീതി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ പ്രീതിക്ക് മുംബൈയിലെ നേവി ഓഫീസിൽ ജോലിക്കായി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഇക്കാരണത്താൽ പ്രീതി മുംബൈയിലേക്ക് പോവുകയായിരുന്നു. കുടുംബത്തിലെ ഏക മകൾ ആദ്യമായി ഡൽഹിക്ക് പുറത്തേക്ക് പോകുന്നതിനാൽ അവളുടെ വീട്ടുകാരും മുംബൈയിലേക്ക് കൊണ്ടുപോകാൻ കൂടെ ഉണ്ടായിരുന്നു. നിശ്ചിത സമയത്ത്, അതായത് 2013 മെയ് 1 ട്രെയിൻ ഡൽഹിയിലെ നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തുന്നു. ട്രെയിൻ നിർത്തിയ ഉടൻ പ്രീതി കുടുംബത്തോടൊപ്പം ട്രെയിനിൽ കയറുന്നു. ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. സീറ്റുകളെല്ലാം ഫുള്ളായിരുന്നു. ഇതുകൂടാതെ നിരവധി പേർ നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോഗിയിൽ വലിയ തിരക്കായിരുന്നു. ട്രെയിനിനുള്ളിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് മുഖം മറച്ച് തൊപ്പി ധരിച്ച ഒരു യുവാവും ഉണ്ടായിരുന്നു. അവൻ ആരോടും ഒന്നും മിണ്ടിയിരുന്നില്ല. ചിലപ്പോഴൊക്കെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകും, തിരിച്ചു വന്ന് സീറ്റിലിരിക്കും. കൂടാതെ അവൻ പലപ്പോഴും പ്രീതിയെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് പ്രീതിയുടെ വീട്ടുകാരും ശ്രദ്ധിച്ചിരുന്നു. രാത്രിയായപ്പോൾ എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാത്രി ഇങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ നേരം വെളുത്തു. ട്രെയിൻ ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗത്തിൽ നീങ്ങുന്നു. ഇപ്പോ തീയതി 2013 മെയ് മാസം 2. ട്രെയിൻ രാവിലെ ഏകദേശം 8 മണിയോടെ മുംബൈ ബാന്ദ്ര സ്റ്റേഷനിലെത്തുന്നു. ഒപ്പം പ്രീതിയും അവളുടെ അച്ഛനും അമ്മാവനും അമ്മായിയും ട്രെയിനിൽ നിന്നും ഇറങ്ങി. ഇവിടെ നിന്ന് എല്ലാവരും അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പ്രീതിക്ക് ചെറിയ ക്ഷീണം തോന്നി. അതുകൊണ്ട് അവൾ അല്പം പതുക്കെ നടന്നു. പെട്ടെന്ന് ആരോ പ്രീതിയുടെ തോളിൽ പിന്നിൽ നിന്ന് തൊട്ടതായി അവൾക്ക് തോന്നി. പ്രീതി നടത്തം പെട്ടെന്ന് നിർത്തി. ആരാണ് തന്നെ തൊട്ടതെന്നറിയാനായി അവൾ തിരിഞ്ഞു നോക്കി. ട്രെയിനിൽ വെച്ച് മുഖം മറച്ച് പ്രീതിയെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന അതേ യുവാവിനെയാണ് അവൾ കണ്ടത്. പ്രീതിക്ക് കാര്യം മനസ്സിലാകുന്നതിന് മുന്നേ മുഖംമൂടി തിരിച്ച് ആ യുവാവ് ഒരു കുപ്പി പുറത്തെടുത്തു. അടുത്ത നിമിഷം കുപ്പിയോടുകൂടി എന്തോ സാധനം പ്രീതിയുടെ മുഖത്തേക്ക് ഒഴിച്ചു. പ്രീതിയുടെ മുഖത്തേക്ക് ഒഴിച്ച സാധനം അവളുടെ മുഖത്ത് വീണ ഉടനെ പ്രീതി വളരെ ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പ്രീതിയുടെ ശബ്ദം കേട്ട് അവളുടെ വീട്ടുകാർ അവളുടെ അടുത്തേക്ക് ഓടി വന്നു. മറ്റു യാത്രക്കാരും പ്രീതിക്ക് ചുറ്റും കൂടി. ആരോ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചെന്ന് ഓടിക്കൂടിയവരിൽ ചിലർക്ക് തോന്നിയിരുന്നു. പ്രീതിയുടെ വീട്ടുകാർ ഉടൻ തന്നെ അവളെ എടുത്തുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. പ്രീതിക്ക് നല്ല വേദന ഉണ്ടായിരുന്നതിനാലും മുറിവ് ആഴത്തിൽ കാണപ്പെട്ടതിനാലും റെയിൽവേ ഓഫീസർ ഉടൻ തന്നെ പ്രീതിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് അയക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പ്രീതിയുടെ നില അതീവ ഗുരുതരമായതിനാൽ അടുത്തുള്ള ഗുരുനാഥ് ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ചു. മറുവശത്ത് മുഖംമൂടി ധരിച്ച ആ യുവാവ് ആസിഡ് ഒഴിച്ചതിനു ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രീതിയുടെ നിലവിളി കേട്ട് അവളുടെ അരികിൽ നിന്നിരുന്ന ഒരു യുവാവ് എറിഞ്ഞ കുപ്പി എടുത്തു നോക്കുന്നു. അപ്പോഴാണ് കുപ്പിയിൽ നിന്നും അയാളുടെ കൈകളിൽ ആസിഡ് വീഴുന്നത്. ഉടൻ തന്നെ കുപ്പി താഴെ എറിയുകയും ഈ പെൺകുട്ടിക്ക് ആസിഡ് ആക്രമണം ഉണ്ടായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അയാൾ പെട്ടെന്ന് തന്നെ ആ മുഖംമൂടി ധരിച്ച ആളുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. കൂടാതെ മുഖംമൂടി ധരിച്ച ആ യുവാവിനെ പിടിക്കാൻ അവൻ തന്റെ കൂടെ വന്നവരോടും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. അവരെല്ലാവരും കൂടി ആ മുഖംമൂടി ധരിച്ച ആ യുവാവിനെ പിന്തുടരാൻ തുടങ്ങുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ യുവാവ് അവരെ എല്ലാവരെയും കബളിപ്പിച്ച് രക്ഷപ്പെടുന്നു. പോലീസ് ആശുപത്രിയിലെത്തി. തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. പ്രീതിയെ ഇപ്പോൾ ചികിത്സിക്കുന്ന ഗുരുനാഥ് ഹോസ്പിറ്റലിൽ ബേൺ യൂണിറ്റ് ഇല്ലായിരുന്നു. കൂടാതെ മറ്റ് പല സൗകര്യങ്ങളും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചു സമയത്തിന് ശേഷം പ്രീതിയെ ഗുരുനാഥ് ഹോസ്പിറ്റലിൽ നിന്ന് മസീന ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുന്നു. മസീന ഹോസ്പിറ്റൽ എത്തിയ ഉടൻ പ്രീതിയുടെ ചികിത്സ ആരംഭിക്കുന്നു. ഇവിടെ പ്രീതിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസും മസീന ആശുപത്രിയിൽ എത്തുന്നു. എന്നാൽ മുറിവ് ആഴത്തിലായതുകൊണ്ട് പ്രീതിയുടെ ശബ്ദമില്ലാതായി.
പ്രീതിയുടെ മുഖം വല്ലാതെ പൊള്ളലേറ്റിരുന്നു. കഴുത്തിൽ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രീതിയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയാത്തത്. പക്ഷേ പ്രീതിയുടെ ധൈര്യം അതിതുവരെയും തകർന്നിട്ടില്ല. അവളുടെ എല്ലാ ആവേശത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും അവൾ പോരാടി. അതുകൊണ്ട് തന്നെ അവൾ കൈകൊണ്ട് എഴുതണമെന്ന് ആംഗ്യം കാണിച്ചു. ഉടൻ തന്നെ പേനയും പേപ്പറും പ്രീതിക്ക് നൽകി. അങ്ങനെ എഴുത്തിലൂടെ പ്രീതി ഡോക്ടറോടും മാതാപിതാക്കളോടും സംസാരിക്കാൻ തുടങ്ങി. ആസിഡ് ആക്രമണത്തിന്റെ വാർത്ത പത്രങ്ങളിലും ടെലിവിഷനിലും പ്രധാന വാർത്തകളായി മാറി. ഈ ആസിഡ് ആക്രമണത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി തുടങ്ങി. കൂടാതെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. ആ ക്രിമിനലിനെ ഉടൻ പിടികൂടാൻ പോലീസിന് മേൽ കനത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. അങ്ങനെ സംഭവ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ചില ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് പോലീസ് കുറ്റവാളിയുടെ രേഖാചിത്രം തയ്യാറാക്കി. ഒപ്പം കുറ്റവാളിക്കായി സമഗ്രമായ തിരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെയാണ് 2013 മെയ് മാസം 4 പവൻകുമാർ എന്ന യുവാവ് പ്രീതിയുടെ സഹോദരിയെ വിളിക്കുന്നത്. പ്രീതിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ബിടെക് വിദ്യാർത്ഥിയായിരുന്ന പവൻകുമാറിന് പ്രീതിയുമായി പഴയ ഒരു പരിചയമുണ്ടായിരുന്നു. സഹോദരി ഈ വിവരം പ്രീതിയുടെ അച്ഛനെ അറിയിച്ചു. ഉടൻ തന്നെ പ്രീതിയുടെ അച്ഛൻ ഇത് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു. ഈ വിവരം ലഭിച്ചതിന് പിന്നാലെ സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രേഖാചിത്രം പോലീസ് പ്രീതിയെ കാണിക്കുന്നു. മറുപടിയായി പ്രീതി 3 പേരുകൾ പേപ്പറിൽ എഴുതി. സത്യം, അങ്കൂർ, പവൻകുമാർ. ഇത് 3ഉമായിരുന്നു പ്രീതി പേപ്പറിൽ എഴുതി കൊടുത്ത പേരുകൾ. പ്രീതി പറഞ്ഞ പവൻകുമാർ പ്രീതിയുടെ സഹോദരിയെ വിളിച്ച് പ്രീതിയുടെ അവസ്ഥ തിരക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പവൻകുമാർ പ്രീതിക്ക് നേരെ ആസിഡ് ഒഴിച്ചതാകാമെന്ന് പോലീസ് സംശയിച്ചു. പ്രീതി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാൻ അയാൾ ശ്രമിച്ചതാവാം എന്ന് പോലീസ് ഊഹിച്ചു. അതിനാൽ പവൻകുമാറിനെ സംശയത്തിന്റെ നിഴലിലാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറച്ചു ദിവസത്തെ അന്വേഷണത്തിന് ശേഷം 2013 മെയ് മാസം 9 പോലീസ് പവൻകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ പ്രീതിയുടെ നില അനുദിനം വഷളായിക്കൊണ്ടിരുന്നു. പ്രീതി നിരവധി സർജറികൾക്ക് വിധേയായി. എന്നാൽ സുഖം പ്രാപിക്കുന്നതിന് പകരം സ്ഥിതി വഷളാവുകയായിരുന്നു. അതിനാൽ അവർ ഉടൻ തന്നെ പ്രീതിയെ മുംബൈ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പ്രീതിയെ മുംബൈ ഹോസ്പിറ്റലിൽ എത്തിച്ച ഉടൻ രാജ്യത്തെ മികച്ച സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒരു ടീം രൂപീകരിക്കുന്നു. പ്രീതിയെ ചികിത്സിക്കാനുള്ള ചുമതലയും അവർക്കുള്ളതാണ്. വളരെയധികം പരിശ്രമിച്ചിട്ടും സുഖം പ്രാപിക്കുന്നതിന് പകരം അവസ്ഥ വഷളാവുകയായിരുന്നു. പ്രീതി ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവിക്കുന്നത്. എന്നിട്ടും ഡോക്ടർമാർ തളർന്നില്ല. പ്രീതിയുടെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. ആസിഡ് ആക്രമണം നടന്നിട്ട് ഏകദേശം 1 മാസത്തോളമായി. പ്രീതി അപ്പോഴും ആ അവസ്ഥയോട് പോരാടുകയായിരുന്നു. എന്നാൽ ഒടുവിൽ 2013 ജൂൺ മാസം 1 ഹൃദയസ്തംഭനം മൂലം പ്രീതി മരണപ്പെടുന്നു. പ്രീതിയുടെ മരണവാർത്ത അറിഞ്ഞ് ഇന്ത്യ മൊത്തം ഒന്നടങ്കം സങ്കടത്തിലായി. അന്ത്യകർമ്മങ്ങൾക്കായി അവളുടെ മൃതദേഹം ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രീതിയുടെ കുടുംബം അന്ത്യകർമ്മം നടത്താൻ വിസമ്മതിച്ചു. പ്രീതിയുടെ ബോഡിയും കൊണ്ട് ഒരു പ്രകടന റാലിയും അവർ നടത്തി. അവസാനം സർക്കാരിൽ നിന്ന് CBI അന്വേഷണത്തിന് ഉറപ്പ് ലഭിച്ചതിനു ശേഷം സംസ്ഥാനത്തൊട്ടാകെ ആദരവോടെയാണ് പ്രീതിയുടെ അന്ത്യകർമ്മങ്ങൾ നടന്നത്. പവൻകുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പവൻകുമാറിനെതിരെ ഒരു തെളിവും കണ്ടെത്താൻ റെയിൽവേ പോലീസിന് പോലും കഴിഞ്ഞിരുന്നില്ല. അതേസമയം സംഭവ ദിവസം പവൻകുമാർ മുംബൈയിൽ ഇല്ലായിരുന്നുവെന്ന് പ്രീതിയുടെ അച്ഛൻ അമർ സിംഗ് തന്റെ തലത്തിൽ അന്വേഷിച്ചു കണ്ടെത്തി. സത്യത്തിൽ പവൻ റോത്തക്കിലായിരുന്നു. ഇതിനുശേഷമായിരുന്നു പവൻകുമാറിന്റെ ഫോണിന്റെ ലൊക്കേഷനുകൾ പോലീസ് ശേഖരിച്ചത്. ഈ സംഭവത്തിൽ പോലീസ് ശരിയായ അന്വേഷണം നടത്തിയില്ല എന്നതിന്റെ സൂചന കൂടിയായിരുന്നു അത്. അതിനാൽ പ്രീതിയുടെ അച്ഛൻ കോടതിയിൽ ഒരു റെഡ് ഹർജി ഫയൽ ചെയ്യുകയും മുംബൈയിൽ നിന്ന് CID അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയും കേസ് അന്വേഷണത്തിനായി മുംബൈ CIDക്ക് കൈമാറുകയും ചെയ്തു. കേസ് കൈമാറിയ ഉടൻ മുംബൈ CID ആദ്യം പ്രീതിയുടെ വീട്ടിലെത്തി ചില വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. പ്രീതിയുടെ അടുത്ത ബന്ധുക്കളെയും CID ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ സമീപവാസിയായ അങ്കൂർ പവാർ എന്നൊരു യുവാവ് പ്രീതിയെ സ്നേഹിച്ചിരുന്നതായി ഒരു ബന്ധു പോലീസിനോട് വെളിപ്പെടുത്തി. പ്രീതിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും പ്രീതി നിരസിച്ചു. മാത്രമല്ല പ്രീതിയെ വിവാഹം കഴിക്കണമെന്ന് അങ്കൂർ പവാർ ആഗ്രഹിച്ചിരുന്നു. ഇത് പോലീസിന് വലിയ സൂചനയായി മാറി. പോലീസ് ഉടൻ തന്നെ അങ്കൂറിനെ കണ്ടെത്തി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. 2013 മെയ് 1 നിങ്ങൾ എവിടെയായിരുന്നുവെന്ന് പോലീസ് അങ്കൂറിനോട് ചോദിച്ചു. ഇതിന് കൃത്യമായ ഉത്തരം നൽകാൻ അങ്കൂറിന് കഴിയാതെ വന്നു. ഇതിനു പുറമെ അങ്കൂറിന്റെ കൈകളിലെ മുറിവുകൾ പോലീസ് ശ്രദ്ധിച്ചു. ഈ മുറിവുകൾ ആസിഡ് വീണ് പൊള്ളിയതിന് തുല്യമായിരുന്നു. അങ്കൂർ തന്റെ മൊഴികൾ ആവർത്തിച്ച് മാറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്കൂറിന്റെ കൈകളിലെ മുറിവുകൾ കണ്ട് പോലീസിന് സംശയം ബലപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ പോലീസ് അങ്കൂറിനെ തുടരെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ആസിഡ് ഒഴിച്ചത് മറ്റാരുമല്ല,
അങ്കൂർ പവർ ആണെന്ന് കുറച്ചു സമയത്തിന് ശേഷം പോലീസിന് വ്യക്തമായി മനസ്സിലായി. പോലീസ് ഉടൻ തന്നെ അങ്കൂറിനെ അറസ്റ്റ് ചെയ്യുകയും വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയ പോലീസ് അങ്കൂറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ചോദ്യം ചെയ്യലിൽ താൻ യഥാർത്ഥത്തിൽ പ്രീതിയെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതായും അങ്കൂർ പറഞ്ഞു. എന്നാൽ പ്രീതി വിസമ്മതിച്ചത് അവനെ വല്ലാതെ ചൊടിപ്പിച്ചു. മാത്രമല്ല, പ്രീതിക്ക് ഇന്ത്യൻ നേവിയിൽ ജോലിയും ലഭിച്ചിരുന്നു. അതേസമയം അങ്കൂർ തൊഴിൽ രഹിതനായിരുന്നു. ഇതോടെ അങ്കൂറിന്റെ വീട്ടുകാർ അവനെ കളിയാക്കാൻ തുടങ്ങി. ഇതും പ്രീതിയോട് അങ്കൂറിന് വല്ലാത്ത അസൂയുണ്ടാക്കാൻ കാരണമായി. ഇതിനുശേഷമാണ് പ്രീതിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അങ്കൂർ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കെയാണ് പ്രീതിക്ക് നേവിയിൽ ജോലി ലഭിച്ചത്. മെയ് 1 പ്രീതി മുംബൈയിലേക്ക് പോകുമെന്ന് അങ്കൂറിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ട്രെയിനിൽ കയറിയത്. ട്രെയിനിനുള്ളിൽ വെച്ച് പ്രീതിക്ക് നേരെ ആസിഡ് ഒഴിക്കാനാണ് അങ്കൂർ ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ ട്രെയിനിനുള്ളിൽ വലിയ തിരക്കായിരുന്നു. അതിലുപരിയായി ട്രെയിനിൽ പ്രീതിയെ അങ്കൂർ നിരന്തരം നോക്കിക്കൊണ്ടിരുന്നു. ഈ കാരണത്താൽ പ്രീതിയുടെ മാതാപിതാക്കൾ വളരെയധികം അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെ 4 മണിക്ക് അങ്കൂർ ട്രെയിനിന്റെ ടോയ്ലറ്റിന് സമീപം നിൽക്കുകയായിരുന്നു. പ്രീതി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വെച്ച് ആസിഡ് ഒഴിക്കാം എന്നവൻ പ്ലാൻ ചെയ്തു. പക്ഷെ പ്രീതി അവിടെ വന്നില്ല. അവസാനം പ്രീതി ട്രെയിനിൽ നിന്നും ഇറങ്ങുമ്പോൾ അങ്കൂർ അവളുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചു. ഇങ്ങനെ അങ്കൂർ മുഴുവൻ കുറ്റവും സമ്മതിച്ചു. എന്നാൽ പോലീസിന് മുന്നിൽ തെളിവെടുപ്പ് നടത്തുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. അതിനാൽ തന്നെ അങ്കൂറിന് ആസിഡ് നൽകിയത് ആരാണെന്ന് കണ്ടെത്താനാണ് ആദ്യം പോലീസ് തീരുമാനിച്ചത്. മുകേഷ് ഭാർഗവ് എന്ന കടയുടമയിൽ നിന്നാണ് അങ്കൂർ ആസിഡ് വാങ്ങിയതായി അന്വേഷണത്തിൽ വ്യക്തമായി. അയാൾ ഒരു ബാറ്ററി കട നടത്തുന്നയാളായിരുന്നു. ഒരുപാട് ആസിഡ് വേണമെന്ന് അങ്കൂർ ആ കട ഉടമയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൂടുതൽ ആസിഡ് വാങ്ങുന്നതിന് മുൻപ് ഒരു സാമ്പിൾ കാണാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് കടയുടമ ഒരു ഹോർലിക്സ് കുപ്പിയിൽ ഏകദേശം 2 ലിറ്റർ ആസിഡ് സാമ്പിൾ ആദ്യം നൽകി. കൂടുതൽ തെളിവുകൾ ലഭിക്കാനായി അങ്കൂറിന്റെ ഫോൺ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. തുടർന്ന് മെയ് 1 അങ്കൂർ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. അതിനുശേഷം സംഭവം നടന്ന മെയ് 2 ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലും ലൊക്കേഷൻ കണ്ടെത്തി. അങ്കൂറിന്റെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ ദൃക്സാക്ഷികൾക്ക് മുന്നിൽ പോലീസ് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തി. ആസിഡ് ഒഴിച്ച ശേഷം ഓടിയ അതേ ആളാണ് ഇതെന്ന് സംഭവ ദിവസം അങ്കൂറിനെ പിടികൂടാൻ പുറകെ ഓടിയവർ തിരിച്ചറിയൽ പരേഡിൽ മൊഴി നൽകി. പരേഡിനിടെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്ത കുപ്പി അങ്കൂറിന്റെ കയ്യിൽ കണ്ടിരുന്നതായി ദൃക്സാക്ഷികൾ സ്ഥിരീകരിച്ചു. എല്ലാ ദൃഢമായ തെളിവുകളും ശേഖരിച്ച ശേഷം ഈ കേസിൽ 4 ഷീറ്റുകൾ ഫയൽ ചെയ്തു. അങ്കൂർ പവാറിനെ മുഖ്യ പ്രതിയാക്കി. ഗ്രേറ്റർ മുംബൈയിലെ സ്പെഷ്യൽ സിറ്റി സിവിൽ ആൻഡ് സെഷൻ കോടതിയിലാണ് കേസിന്റെ വാദം നടന്നത്. അങ്കൂറിനെ വിസ്താരത്തിനായി കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അവൻ പുഞ്ചിരിയോടെയാണ് വന്നത്. പല തവണ പുഞ്ചിരിച്ചുകൊണ്ട് വിജയ ചിഹ്നം കാണിക്കുന്നുണ്ടായിരുന്നു. 37 സാക്ഷികളെയാണ് കോടതിയിൽ വിസ്തരിച്ചത്. എല്ലാ തെളിവുകളും സാക്ഷികളും കണ്ട ശേഷം ഒടുവിൽ പ്രത്യേക കോടതി പ്രീതി റാട്ടി ആസിഡ് ആക്രമണത്തിൽ പ്രതിയായ അങ്കൂർ പവാറിന് വധശിക്ഷ വിധിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ആസിഡ് ആക്രമണത്തിന് വധശിക്ഷ വിധിക്കുന്നത്. ആസിഡ് ആക്രമണത്തിൽ പ്രീതിയുടെ മുഖം വല്ലാതെ പൊള്ളലേറ്റിരുന്നുവെന്നും പ്രീതിയുടെ മുഖം അവൾ കണ്ടിരുന്നുവെങ്കിൽ അന്ന് തന്നെ അവൾ മരിക്കുമായിരുന്നുവെന്നും കേസ് പരിഗണിച്ച് ജഡ്ജ് വിധി പറയുന്നതിനിടെ പ്രതികരിച്ചു. ഈ ഒറ്റ കമന്റ് മതി പ്രതി അങ്കൂർ പവാറിന്റെ ക്രൂരത മനസ്സിലാക്കാൻ. മുംബൈ സെഷൻസ് കോടതി അങ്കൂറിന് വധശിക്ഷ വിധിച്ചെങ്കിലും ഈ വിധിക്കെതിരെ അങ്കൂർ മുംബൈ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. നീണ്ട വാദത്തിനു ശേഷം 2019 ജൂണിൽ മുംബൈ ഹൈക്കോടതി സെഷൻ കോടതിയുടെ വിധി ജീവപര്യന്തമാക്കി മാറ്റി. സത്യത്തിൽ ഇങ്ങനെ തന്നെയല്ലേ എല്ലാ വിധിയിലും സംഭവിക്കുന്നത്? ഒരു കോടതി പ്രതിയുടെ ക്രൂര കൃത്യത്തിനനുസരിച്ചുള്ള ഒരു വിധി നൽകും. എന്നാൽ അത് അപ്പീൽ കൊടുത്ത് മറ്റൊരു കോടതി ആ വിധി വീണ്ടും കുറയ്ക്കും. അപ്പോൾ ഈ 2 കോടതിയും 2 നിയമത്തിലൂടെയാണോ കുറ്റവാളിയെയും ഇരയെയും കാണുന്നത്? അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥയെ പരിഗണിക്കുന്നത്? മനസ്സിലാകാത്ത കാര്യം ഇത് മാത്രമാണ്. ഒറ്റ നിയമത്തിന് കീഴിലാണല്ലോ ഈ കോടതിയും പോലീസും ജനങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് 2 സ്ഥലങ്ങളിൽ 2 ശിക്ഷ വിധിക്കുന്നത്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക. നമ്മുടെ നിയമത്തിലുള്ള ഈ പോരായ്മകളെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതും കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.